ഹായ്, അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഹോണ്ടറിൻ്റെ X7D എന്ന പുതിയൊരു മോഡലാണ്. 4Gയിലും 5Gയിലും ഖത്തറിൽ അവൈലബിൾ ആണ്. ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഫോണാണ് വരുന്നത്. അത് മാറ്റി വെക്കാം. ബാക്കിയെല്ലാം എന്തൊക്കെ ഇതിലുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലൊരു ക്രിസ്റ്റൽ കേസ് വരുന്നുണ്ട്, ക്ലിയർ കേസ്, സാധാരണ എല്ലാ ഫോണുകൾക്കും വരുന്നത് അതേപോലെ തന്നെ. പിന്നെ അടുത്ത് വരുന്നത് ഒരു 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ഒരു ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. ഇത് ലുക്ക് ബേസ് നോക്കുമ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വലത് സൈഡിലാണ് വോളിയം അപ്പ് ആൻഡ് ഡൗണും അതുപോലെ തന്നെ ഫിംഗർ സെൻസറും അതിൻ്റെ പവർ ബട്ടണും കൊടുത്തിട്ടുള്ളത്. പിന്നെ ടൈപ്പ് സി ചാർജറായി വരുന്നത്, അതുപോലെ തന്നെ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. സിം റിജക്റ്റ് വരുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് AI-ൻ്റെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഫങ്ഷൻസ് എല്ലാം ഇതിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് സെപ്റ്റംബറിലാണ് ഇത് ലോഞ്ചിങ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസ് പോലെ 6.7 ഇഞ്ചും അതുപോലെ തന്നെ 120 Hz റീഫ്രഷ് റേറ്റും കൊടുത്തു. ഇതിൻ്റെ OS വരുന്നത് മാജിക് OS-ഉം ഓണറിൻ്റെ അടുത്ത് തന്നെ, അതുപോലെ തന്നെ Android 15-ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ചെന്നാൽ നമുക്ക് കിട്ടുന്നത് 108 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയാണ് വരുന്നത്. ഡിസ്പ്ലേയിൽ തന്നെയാണ് പഞ്ച് ഹോൾ ആയിട്ടുള്ള ക്യാമറ വരുന്നത്. ക്യാമറ മെഗാ പിക്സൽ വരുന്നത് 8 മെഗാ പിക്സലാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഓണർ ബാറ്ററിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. 6500ൻ്റെ ബാറ്ററി, അതുപോലെ തന്നെ 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എല്ലാം നമ്മളെ യൂട്യൂബ് ചാനൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഔട്ട്.